വിശുദ്ധ അൽഫോൺസാമ ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് വിശുദ്ധ അൽഫോൺസാമ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത. അന്നക്കുട്ടി ജനിച്ച് 27-ാം ദിവസം അമ്മ മരിച്ചു. കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. 12 വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിക്കണമെന്ന് പേരമ്മയിൽ ആഗ്രഹം ഉടലെടുത്തു. അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. കൂടാതെ വിവാഹാലോചനകൾ നടക്കുന്ന വിവരം അന്നക്കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുമില്ല. എന്നാൽ തന്നിൽ ദൃശ്യമായിരിക്കുന്ന സൗന്ദര്യത്തിന് മങ്ങലേറ്റാൽ എല്ലാ ആലോചനകളും അക്കാരണത്താൽ പിന്മാറപ്പെടുമെന്ന ചിന്ത അന്നക്കുട്ടിയിൽ ഈ വേളയിൽ ഉടലെടുത്തു. അതിനായി ശരീരഭാഗം പൊള്ളിക്കുന്നതിനായി മകരക്കൊയ്ത്ത് കഴിഞ്ഞ കളത്തിലെ പതിരുകൾ തീയിട്ട് നശിപ്പിക്കുന്ന കൂന തിരഞ്ഞെടുക്കുവാൻ അവൾ തയ്യാറായി. അങ്ങനെ കുടുംബം വിവാഹ നിർബന്ധത്തിൽ നിന്ന് പിന്മാറി. അൽഫോൺസാമയ്ക്ക് നിരവധി രോഗപീഠകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. 1946 ജൂലൈ മാസം 28-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു. 2008 ഒക്ടോബർ 12-ന് വിശുദ്ധ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നും ഭരണജ്ഞാനത്തെ കബറിടം ധാരാളം വിശ്വാസികൾ സന്ദർശിക്കുന്നു.